Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം അല്ലെങ്കിൽ പാപം എന്താണ്. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിനോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചുകൊണ്ട് നമ്മളിൽ വസിക്കുന്ന ജീവനുള്ള പരിശുദ്ധാത്മാവ് തൻ്റെ കൃപ ധാരാളമായിട്ട് നമ്മളിലേക്ക് ഒഴുക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന എല്ലാ വിഷയങ്ങളിലേക്കും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ ഏറ്റവും അനുഗ്രഹപ്രദമാക്കുവാനായിട്ട്, പ്രത്യേകിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആഴമായി ദൈവസ്നേഹം കടന്നു വരുവാനായിട്ട് നമുക്ക് പ്രത്യേകം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമ്മൾ പറഞ്ഞതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം അല്ലെങ്കിൽ പാപം എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ എന്താ അത് മനസ്സിലാക്കിയിരിക്കുന്നത്? ബ്ലാസ്ഫമി, നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബ്ലാസ്ഫമി അഗൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ബ്ലാസ്ഫമി അഗൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? സർ, നമ്മൾ ഒരു കാര്യം സത്യമാണെന്ന് അറിഞ്ഞിട്ടും അതിനെ നിഷേധിക്കുന്നത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ളൊരു പാപമാണ്. ഓക്കെ, പിന്നീട് എന്തെങ്കിലും ചിന്തകളുണ്ടോ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു വരുന്നത്? മോക്ഷം കിട്ടില്ലെന്ന വിചാരം, നമുക്ക് രക്ഷ കിട്ടുകയില്ല എന്നുള്ള വിചാരം. ഓക്കെ, പിന്നീട് നിരാശ ഒരു പരിശുദ്ധാത്മാവിനെതിരായ നിരാശപ്പെടുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമാണ്. ഓക്കെ, എനിത്തിങ് എൽസ്? എന്തെങ്കിലും വേറെ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന് വിശ്വാസമില്ലായ്മ. പരിശുദ്ധാത്മാവിൽ വിശ്വാസമില്ലായ്മ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ പല ചിന്തകൾ, നമ്മൾ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ പല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം? സഭ ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന എന്താണ്? ഇതാണ് നമ്മളിവിടെ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപത്തെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് വിടുകയാണ്. സ്ലൈഡിൽ 3 സുവിശേഷങ്ങളിലും, മത്തായിയുടെ സുവിശേഷം 12:31 മുതൽ 32, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ, മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ ഇതേ കാര്യം തന്നെ ശക്തമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ ആഴമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഏറ്റവും നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഇവിടെ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. സ്ലൈഡിലേക്ക് നോക്കുക. മതബോധന ഗ്രന്ഥം 1864 പാരഗ്രാഫിൽ ഈ കാര്യം
വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മതബോധന ഗ്രന്ഥം 1864. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നമുക്കത് കൂടുതൽ ആഴമായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ ഈ മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ദൈവം കാരുണ്യവാനാണ്, പക്ഷേ ദൈവത്തിൻ്റെ കരുണയെ നിരസിക്കുവാൻ മനുഷ്യനൊരു പ്രവണതയുണ്ട്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹത്തെയും നിരസിക്കുവാനുള്ള ഒരു പ്രവണത മനുഷ്യനിലുണ്ട്. അപ്പോൾ പാപത്തിന് വേണ്ടിയിട്ടുള്ള ഒരാസക്തി, പാപം ചെയ്യുവാനുള്ള ഒരു ആസക്തി നമ്മളിലുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നമ്മുടെ അടുത്തേക്ക് വരുന്നത് നിരസിക്കുവാനുള്ള മനുഷ്യൻ്റെ ഒരു വലിയ പ്രവണത അത് നമ്മളിവിടെ കാണുന്നുണ്ട്. വീണ്ടും സെൻറ്റ് തോമസ് അക്വീനോസ്, സഭയുടെ ഏറ്റവും വലിയ പണ്ഡിതനായ, ഏറ്റവും സഭയെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിപ്പിക്കുന്ന അദ്ദേഹം പറയുകയാണ്, ഈ പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഈ തിന്മയിൽ, ഈ പാപത്തിൽ ക്ഷമിക്കുന്ന ആ എലിമെൻ്റ് തന്നെ അതിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതിൽ തന്നെ ക്ഷമിക്കുവാനുള്ള ആ ഒരു എലിമെൻ്റ്, ആ ഒരു ഘടകം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ലോകത്തിലും അടുത്ത ലോകത്തിലും ഇത് ക്ഷമിക്കപ്പെടാൻ സാധിക്കാത്ത വിധത്തിൽ നമ്മളെ നിത്യമായ നാശത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ സഭയിൽ പല പഠനങ്ങളും നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ചാക്രിക ലേഖനങ്ങളിൽ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചാക്രിക ലേഖനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചാക്രിക ലേഖനം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ളത് ഡോമിനം എത്ത് വിവിവിക്കാന്തം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ്, ദ ലോർഡ് ആൻഡ് ഗിവർ ഓഫ് ലൈഫ്. അപ്പോൾ ഇതിനെ ആസ്പദമാക്കി അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ ചാക്രിക ലേഖനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ ബ്ലാസ്ഫമി, അതായത് ഈ ദൂഷണം, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ പഠനത്തിൽ അദ്ദേഹം പറയുന്ന ഇതാണ്, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ഈ ദൂഷണമെന്ന് പറയുന്നത് വെറും വാക്കുകൾ ഉപയോഗിച്ച് പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നതല്ല, പിന്നെയോ ദൈവത്തിൻ്റെ രക്ഷാകരമായ പദ്ധതി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ നിരസിക്കുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിലൂടെ നമുക്ക് കിട്ടിയ ആ വലിയ പഠനം, അതിൻ്റെ ഉത്തരം എന്താണ്? നമ്മൾ പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന ഒരു വാക്കല്ല, അതിലുപരി നമ്മുടെ അടുത്തേക്ക് വരുന്ന ആ രക്ഷയുടെ വലിയ നിധി നമ്മൾ നിരസിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആരാണ് ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതി ഈ ലോകത്തിൽ തുടർന്നുകൊണ്ട് പോകുന്നത്? നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവാണ് യേശുക്രിസ്തു നമുക്ക് നേടിത്തന്ന രക്ഷ നമ്മുടെ അടുത്തേക്ക്, പ്രത്യേകിച്ച് നമ്മൾ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഈ പാപമോചനവും ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഈ രക്ഷ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുതരുന്ന ഒരു കാര്യവും വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ പാപത്തിൽ തന്നെ ജീവിക്കുന്ന ആ ഒരു പ്രവണത, ആ ഒരവസ്ഥയിലാണ് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം
നമ്മൾ ചെയ്യുന്നത്. ഇത് വ്യക്തമായോ? ക്ലിയറായിട്ട്? അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചല്ലോ, ഈ ലോകത്തിൽ യേശുവിൻ്റെ രക്ഷാകര പദ്ധതി തുടർന്നു കൊണ്ടുപോകുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള പാപമായി മാറുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, വീണ്ടും നമുക്ക് നിങ്ങൾ സ്ലൈഡിലേക്ക് നിങ്ങൾ നോക്കുക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, അതായത് പാപത്തെക്കുറിച്ചുള്ള വ്യക്തത, പാപത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചു വരുവാനുള്ള കൃപ നമുക്ക് തരുന്നത്. കൺവിൻസിങ് കൺസേണിങ് സിൻ. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് നമുക്ക് വരുന്നത്. ഈ ഒരു ബോധ്യം നമ്മൾ നിരസിക്കുമ്പോൾ, അതായത് പാപത്തെക്കുറിച്ചുള്ള ആ ബോധ്യം നമ്മളിൽ ഇല്ലാതാകുമ്പോൾ ഇത് കൊണ്ടുവരുന്ന ഈ പരിശുദ്ധാത്മാവിനെ തന്നെയാണ് നമ്മൾ നിരസിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് നോക്കാം. എനിക്ക് നിന്നെ വേണ്ട, നീയുമായിട്ടുള്ള യാതൊരു സമ്പർക്കവും ഒരു തരത്തിലുള്ള സംവാദവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി നിരസിക്കുകയാണ്, ഉപേക്ഷിക്കുകയാണ്. അനുദപിക്കാത്ത ഹൃദയവുമായി വീണ്ടും വീണ്ടും പാപത്തിൽ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ആ പാപ അവസ്ഥയിൽ തന്നെ മരിച്ചു പോയാൽ എന്താ സംഭവിക്കുന്നത്? നിത്യജീവനിൽ അർഹത ഉണ്ടാവില്ല. അതാരാണ് അതിന് ഉത്തരവാദി? ദൈവമാണോ? ആ വ്യക്തി തന്നെയാണ്. ആ വ്യക്തി തന്നെ ബോധപൂർവം ചൂസ് ചെയ്യുന്നതാണ് നിത്യമായ നരകം, അല്ലെങ്കിൽ ദൈവവുമായിട്ട് ഒരിക്കലും ഒരു കമ്മ്യൂണിയൻ ഇല്ലാത്ത ഒരു നിത്യ വേർപാടിൻ്റെ അവസ്ഥ. അതാണ് നമ്മൾ നരകത്തെക്കുറിച്ച് പറയുമ്പോൾ. അപ്പോൾ ഓരോ വ്യക്തിയും ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിച്ചുകൊണ്ട് ആ വ്യക്തി തെറ്റായ മാർഗം ചൂസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ വേണ്ട, അത് പൂർണ്ണമായിട്ട് മാനസാന്തരപ്പെടാനുള്ള അവസരങ്ങളെ നമ്മൾ ഉപേക്ഷിക്കുകയും മാനസാന്തരപ്പെടാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ശരിക്കും പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ വ്യക്തമായോ? ക്ലിയറായോ? അപ്പോൾ വ്യക്തമായി എല്ലാവർക്കും? അപ്പോൾ ഇത് പലരിലും വളരെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു യുവാവ് എന്നോട് പങ്കുവെക്കുകയുണ്ടായി, ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് അല്പം ഡിസ്റ്റൻറ്റ് റിലേഷൻഷിപ്പാണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ കാര്യം എന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റുള്ള എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും, പക്ഷേങ്കിൽ പരിശുദ്ധാത്മാവുമായിട്ട് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് മാത്രമല്ല മറ്റ് നമ്മുടെ അടുത്ത ലോകത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് കാരണം അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയാണ്. അപ്പം പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ അകന്ന് ജീവിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് നിത്യം നമുക്ക് ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ട ഇതാണ്, നമ്മൾ ഈ ലോകത്തിൽ എന്തുമാത്രം വലിയ പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിലും പരിശുദ്ധാത്മാവ് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കാനായിട്ട്. ദൈവം കാരുണ്യവാനാണ്, അനന്ത കാരുണ്യവാനാണ്. നമ്മുടെ ഈ ലോകത്തിൽ എന്തു വലിയ പാപങ്ങൾ ചെയ്താലും ദൈവത്തിൻ്റെ കരുണയും യേശു നമുക്ക് വേണ്ടി നേടിത്തന്ന രക്ഷയുടെ ആ കുരിശിൻ്റെ മുമ്പിൽ നമ്മുടെ പാപക്കെട്ടുകളൊന്നും ഒന്നുമല്ല. നിരന്തരം നമ്മളോടൊപ്പം ആയിരുന്നു കൊണ്ട് പരിശുദ്ധാത്മാവ് പാപത്തിൽ നിന്ന് പിന്തിരിയുവാനുള്ള വലിയ ഉൾപ്രേരണ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പാപം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്?
പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോവുമോ? പോകുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഗ്രേസ് അവിടെ തന്നെ ഉണ്ടാവും. പക്ഷേ അതിൽ നിന്ന് ഒരു കുറഞ്ഞ സമയത്തേക്ക് തിരിച്ചു വരുന്നവരെ നമ്മൾ അത് ഒരു പക്ഷേങ്കിൽ നമ്മളെ ഗ്രേസിനെ കുറിച്ച്, കൃപയെക്കുറിച്ചുള്ള നമ്മുടെ എപ്പിസോഡിൽ ഇത് കുറേ കൂടെ ക്ലിയറായിട്ട് പറയും. പക്ഷേ ഇവിടെ നമ്മളൊരു കാര്യം ചിന്തിക്കണം. നമ്മൾ എത്ര വലിയ തിന്മ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും പരിശുദ്ധാത്മാവിന് നമ്മളെ വിട്ടുപോകാൻ പറ്റുകയില്ല. കാരണം ദൈവം കാരുണ്യവാനാണ്, ദൈവം സ്നേഹമാണ്. ഈ സ്നേഹം തന്നെയായ ദൈവത്തിന് നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് എന്ന്. കാരണം നമ്മൾ നേരത്തെ തിരുവചനത്തിൽ നമ്മൾ കണ്ടു, ലോകത്തിൽ ഒരു മനുഷ്യരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടു പോകുന്നില്ല. പിന്നീട് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പരിശുദ്ധാത്മാവിനെ വിട്ടുപോവുകയാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ പിടിച്ചിറക്കി നമ്മുടെ ജീവിതത്തിൻ്റെ പുറത്ത് നിർത്തി, നമ്മുടെ ജീവിതത്തിൻ്റെ കതകുകളെല്ലാം പൂട്ടി അടച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഐ ഡോണ്ട് നീഡ് യു, എനിക്ക് നിന്നെ വേണ്ട, ഗെറ്റ് ഔട്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നുവെങ്കിൽ, അപ്പം നിരന്തരമായി നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് ഈശോ കാണിച്ചു തന്നത്. അതാണ് കരുണയുടെ മുഖം, അതാണ് സ്നേഹത്തിൻ്റെ മുഖം. നമ്മൾ എത്ര വലിയ പാപങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണെങ്കിലും അതിനേക്കാൾ ഉപരി ആ സ്നേഹവും കരുണയും നമ്മളെ പൊതിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ അവിടുന്ന് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളൊരല്പം തുറന്നു കൊടുക്കുവാനുള്ള സന്മനസ് കാണിക്കുകയാണെങ്കിൽ ഒരു ചെറിയ ക്രാക്ക് മതി നമ്മുടെ ആ വാതിലിൻ്റെ എവിടെയെങ്കിലും ഒരു ചെറിയ ഒരു ദ്വാരം, ഒരു ചെറിയ ഒരു ക്രാക്ക് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ്, ദ ട്രിനിറ്റി, ത്രിത്വൈക ദൈവം തന്നെ അവിടേക്ക് റഷ് ചെയ്ത് നമ്മളെ വീണ്ടും ആ സ്നേഹത്തിലേക്ക് ഒരുമിപ്പിക്കും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെയാണ് എനിക്ക് നിന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിരസിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് ശരിക്കും വേദനിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ ഗ്രീവിങ് ഹോളി സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കട്ടെ. പല മാർപ്പാപ്പമാരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ സെഞ്ചുറിയുടെ ഏറ്റവും വലിയ, ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പാപം എന്താ? പാപബോധമില്ലായ്മ. പാപബോധമില്ലായ്മ. ഞാൻ അവിടേക്ക് നിങ്ങളുടെ ശ്രദ്ധ വിടുവാണ് സ്ലൈഡിലേക്ക്. ഇത് പറഞ്ഞത് 12-ാം പിയൂസ് മാർപ്പാപ്പയാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞു, ഈ കാലഘട്ടത്തിൻ്റെ, ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ തിന്മ ഇതാണ്, മനുഷ്യൻ പാപം ചെയ്തിട്ടും പാപമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ പാപത്തിൽ തന്നെ തുടരുന്നു, പാപത്തിൽ തന്നെ ജീവിക്കുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ പരാജയവും ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തിന്മയും. ഇത് പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ബെനഡിക്റ്റ് മാർപ്പാപ്പയും ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പയും എല്ലാം ആവർത്തിച്ച് അവരുടെ പഠനങ്ങളിലും പ്രസംഗങ്ങളിലുമൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 1-ാം അധ്യായം 8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്, എന്നിൽ പാപമില്ല എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എന്നെ തന്നെ വഞ്ചിക്കുന്നു, എന്നിൽ സത്യമില്ല. പിന്നെയോ ഞാൻ എൻ്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമ യാചിക്കുമ്പോൾ ദൈവം കാരുണ്യവാനും വിശ്വസ്തനുമാകയാൽ നമ്മുടെ പാപങ്ങൾ നിശേഷം
അവിടുന്ന് എന്നേക്കുമായി തുടച്ചു മാറ്റും. നമ്മുടെ പാപങ്ങൾ എന്നേക്കുമായി ക്ഷമിക്കപ്പെടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ തിന്മയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് കാണുമ്പോഴാണ് പരിശുദ്ധാത്മാവ് വേദനിക്കുന്നത്. കരയുന്ന ദൈവത്തിൻ്റെ ഒരു രൂപം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെയാണ്. പാപം ചെയ്തിട്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ട് പാപം പാപമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരും ചെയ്യുന്നതാണ്, അതുകൊണ്ട് ഞാനും ചെയ്യുന്നു എന്നുള്ള ന്യായീകരണത്തിൽ ഇതാ പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ജനങ്ങളെ നോക്കിക്കൊണ്ട്, ആ ഹൃദയങ്ങളെ നോക്കിക്കൊണ്ട് കുറ്റപ്പെടുത്തുകയല്ല, വേദനിക്കുന്ന കരയുന്ന ഒരു പരിശുദ്ധാത്മാവിനെ, ഒരു ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ടാണ് എഫെസോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 30-ാം വാക്യം നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. നമ്മുടെ ഇറ്റേണൽ ലൈഫിന് വേണ്ടി, അന്ത്യമായിട്ടുള്ള നമ്മുടെ ആ വലിയ നേട്ടത്തിനു വേണ്ടി, നമ്മുടെ ഡെസ്റ്റിനിയിൽ എത്തുവാൻ വേണ്ടി നമ്മളിൽ മുദ്രിതമായിരിക്കുന്ന, സീല് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവിനെ നമ്മൾ വേദനിപ്പിക്കരുത്. ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എൻ്റെ ക്ലാസ് റൂമിനോടൊപ്പം നിങ്ങളോട് ഞാൻ പറയുകയാണ്, നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുക. എൻ്റെയും നിങ്ങളുടെയും ഹൃദയം ഒന്ന് തുറന്നു വെക്കുക, അല്പമെങ്കിലും ഒന്ന് തുറന്നിടുക. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും ഈ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം. ഇത് വളരെ അന്വർത്ഥമായി നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണമെങ്കിൽ ഇതാ നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു വയ്ക്കുക. അവിടെ ഇതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്, നിങ്ങൾ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിലുണ്ടേ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ അതേ ആത്മാവിനാൽ നിങ്ങളുടെ ജീവിതത്തിലെ ജീവനില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് ജീവൻ നൽകും, ജീവൻ പ്രദാനം ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ അവസരത്തിൽ നമ്മൾ ഈ എപ്പിസോഡിൻ്റെ അവസാനം എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഇതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ പാപത്തിൻ്റെ കൂമ്പാരം എത്ര വലുതുമായിക്കൊള്ളട്ടെ, അല്പം നമ്മുടെ ഹൃദയം ഒന്ന് തുറന്ന് പരിശുദ്ധാത്മാവേ നീ എന്നിൽ വന്ന് പ്രവർത്തിക്കണമേ, എനിക്ക് അനുതാപത്തിൻ്റെ ഒരു ചിന്ത തരണമേ എന്നുള്ള ആഗ്രഹത്തോടുകൂടി അല്പമൊന്ന് നമ്മുടെ ഹൃദയം തുറന്നു വയ്ക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആ ആത്മാവ് തന്നെയാണ് നമ്മളിലുള്ളത്. ആ ആത്മാവിനാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ജീവനില്ലാത്ത അവസ്ഥകളിൽ, ഒരു പക്ഷേ പാപം മൂലം മരിച്ച് നമുക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ പോലും, നമ്മുടെ ജീവിതം നശിച്ച് ഇനിയും യാതൊരു ഹോപ്പുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അവസരമാണെങ്കിൽ പോലും, നിരാശയുടെ പടുകുഴിയിലാണ് നമ്മളെങ്കിലും, ആ പരിശുദ്ധാത്മാവ് നമുക്കൊരു പുതിയ ജീവൻ നൽകുവാൻ ശക്തനാണ്. നമ്മളൊന്ന് സമ്മതിച്ചാൽ മാത്രം മതി. അത് നമ്മൾ ചെയ്യുമ്പോൾ ഇതാ ഞാൻ ഈ തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. എസെക്കിയേലിൻ്റെ 36-ാം അധ്യായം 26-ാം വാക്യത്തിൽ ദൈവം വാഗ്ദാനം ചെയ്യുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അങ്ങേയറ്റം തിന്മകളാൽ പാപങ്ങളാൽ കട്ടപിടിച്ചിരിക്കുന്ന കല്ലിനു തുല്യം ആയിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ അവിടുന്ന് മാംസളമായ ഒരു ഹൃദയമാക്കി മാറ്റും. ചുരുക്കി പറഞ്ഞാൽ ഒരു വലിയ ഒരു ഹാർട്ട് സർജറി അവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യും. കട്ടപിടിച്ചിരിക്കുന്ന, മരവിച്ചിരിക്കുന്ന, ജീവനില്ലാത്ത പല തിന്മകളാൽ നിറഞ്ഞ് അങ്ങേയറ്റം ഈ ലോകത്തിൻ്റെ എല്ലാ തിന്മകളിലും കട്ടപിടിച്ചിരിക്കുന്നതായ നമ്മുടെ ഹൃദയങ്ങളെ മാംസളമായ ഹൃദയം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക്
ഇതാ ധാരാളമായി ഒഴുക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ദൈവസ്നേഹം കൊണ്ട് തുടിക്കുന്ന ഒരു മാംസള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുവാൻ നമ്മളൊന്നും ചെയ്യേണ്ട. ഈ പരിശുദ്ധാത്മാവിന് നമ്മുടെ ജീവിതത്തിൻ്റെ അടച്ചു പൂട്ടിയിരിക്കുന്ന എല്ലാ തിന്മയുടെ മേഖലകളിലും ഇതാ നീ വന്ന് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി ഒന്ന് തുറന്നു കൊടുത്താൽ മതി. ഇവിടെയാണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം സംഭവിക്കുന്നത്. ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തും. ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുന്നത്. നിങ്ങളുടെ ബോധ്യങ്ങളിൽ മാറ്റം വരും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ ശരീരത്തെക്കുറിച്ചുള്ള ചിന്തകൾ, മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇന്ന് വരെ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ദൈവീക വീക്ഷണം കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളും നിങ്ങളുടെ ജീവിതവും നിറയും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ മല്ലടിക്കുന്ന, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന ഒരു ജനതയായി, ഒരു തലമുറയായി നമ്മൾ മാറാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. അവിടെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ 2 കൊറിന്ത്യൻസ് ഇവിടെ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമായി മാറും. നമ്മുടെ ജീവിതത്തിൽ ഒരു റിയാലിറ്റിയായി മാറും. എന്താണ്? ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി. നമ്മുടെ ജീവിതാവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, അതെല്ലാം കടന്നുപോയി. ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ടു ബിക്കം എ ന്യൂ ക്രിയേഷൻ, ഒരു പുതിയ സൃഷ്ടിയാവുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ആ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ദൈവീകമായിട്ടുള്ളൊരു വീക്ഷണത്തിലൂടെ ഈ ലോകത്തെ നമ്മൾ നോക്കിക്കാണുവാൻ, മറ്റുള്ളവരെ, നമ്മുടെ ബന്ധങ്ങളെ ഒക്കെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുമ്പോൾ ഇതാ പുതിയത് വന്നു കഴിഞ്ഞു, പഴയത് കടന്നുപോയി. അപ്പോൾ ഈ ഒരു പ്രാർത്ഥനയും ചിന്തയോടും കൂടി ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ, നിങ്ങൾ ഏതെല്ലാം ജീവിത സാഹചര്യത്തിലാണോ, ഒരുപക്ഷെ പാപത്തിൻ്റെ, അടിമത്തത്തിൻ്റെ, തിന്മയുടെ ഏതവസ്ഥയിലാണെങ്കിലും ഒരു നിമിഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവം, ആ ദൈവത്തിന് അല്പം നിങ്ങളുടെ ജീവിതം ഒന്ന് തുറന്നു കൊടുക്കുക. ഇതാ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിനോട് പറ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, നിന്നെ വേദനിപ്പിച്ചു, നിന്നെ നിരസിച്ചു, പാപം ചെയ്തിട്ടും പാപമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് പാപത്തിൽ തന്നെ ഞാൻ വീണ്ടും വീണ്ടും ജീവിച്ചു, എന്നോട് ക്ഷമിക്കണമേ, ഇതാ എന്നെ നീ രൂപാന്തരപ്പെടുത്തണമേ, കല്ലുപോലുള്ള എൻ്റെ ഹൃദയത്തെ നീ എടുത്തു മാറ്റണമേ. പരിശുദ്ധാത്മാവേ, വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം അങ്ങ് കൊണ്ടുവരുന്നതോർത്ത്, എൻ്റെ മനോഭാവങ്ങളിൽ, എൻ്റെ ചിന്തകളിൽ, എൻ്റെ ജീവിതം തന്നെ അങ്ങ് മാറ്റിമറിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. എൻ്റെ ജീവിതത്തെ ഓരോ നിമിഷവും അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ പാപങ്ങളെക്കാൾ ഉപരി അങ്ങയുടെ സ്നേഹവും കരുണയും മനസ്സിലാക്കുവാൻ എനിക്ക് ശക്തി തന്നതോർത്ത് നന്ദി പറയുന്നു. നമുക്ക് തമ്പുരാന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. ഈ അവസരത്തിൽ യേശുവിൻ്റെ വലിയ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് കൊണ്ടുതന്ന പരിശുദ്ധാത്മാവിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവം ബൈ ബൈ. ജീസസ് ലവ്സ് യു ആൻഡ് ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് ബി വിത്ത് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്ന പഠന പരമ്പരയുടെ അടുത്ത എപ്പിസോഡിൽ ദ ഗ്രേസ്, കൃപ എന്നാൽ എന്താണ്, എൻ്റെ ജീവിതത്തിൽ അതിനുള്ള സ്ഥാനമെന്ത് തുടങ്ങിയ പല ചോദ്യങ്ങൾക്കും ഉത്തരവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എന്താണ് കൃപ? വാട്ട് ഈസ് ഗ്രേസ്?
John Paul II's Theology of the Body.